ശ്രുതികട ഹല്ലേലൂയ. അച്ഛനെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ശ്രവണാഭിഷേകം പ്രാപിച്ചിരിക്കുന്ന സമയമാണിത്. സാക്ഷ്യങ്ങൾ നമുക്ക് ശ്രവണാഭിഷേകമുണ്ടാകും. വിശ്വാസത്തിൻ്റെ തന്നെ ആന്തരിക ബോധ്യ നിലവാരത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നതാണ് ദ അനോയിൻറ്റിങ് ഓഫ് ദി ഇന്നർ ഇയർ, അന്ധകരണത്തിൻ്റെ അഭിഷേകം. സാക്ഷ്യങ്ങൾ നമുക്ക് നൽകുന്നത് അന്ധകരണത്തിൻ്റെ അഭിഷേകമാണ്. അന്ധകരണങ്ങൾ ആത്മാവിൻ്റെ ചെവികൾ അഭിഷേകം കിട്ടിയാൽ വിശ്വാസം നമുക്കറിയാവില്ല. വിശുദ്ധ പൗലോസ് എന്നാ പറയണത്? വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള വചനങ്ങളിൽ നിന്നുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ പ്രവർത്തനങ്ങൾ കേൾക്കുമ്പോൾ അതാണ് സാക്ഷ്യം. അത് കേൾക്കുമ്പോൾ എന്നാ പറ്റും? അന്ധകരണങ്ങളിലേക്കാണ് ആ പ്രവർത്തനങ്ങൾ ആന്തരിക ബോധ്യം ജനിപ്പിക്കുന്നത്. അപ്പോൾ എന്നാ പറ്റും? പ്രത്യാശ തരും. അപ്പോൾ ഒരു സഹോദരി പറഞ്ഞില്ലേ 10:33 ഹെബ്രായ ലേഖനം, നമ്മൾ പ്രത്യാശയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പ്രത്യാശ തരുമ്പോൾ പ്രത്യാശ നമുക്ക് എന്നാ തരണത്? ജെറുസലേം വിട്ടുപോവാതിരിക്കാനുള്ള കർത്താവിൻ്റെ ആന്തരികമായിട്ടുള്ള വചനമാണത്. പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും പറഞ്ഞാൽ പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല എന്ന് പറഞ്ഞ റോമ 5:5 ആ വചനങ്ങൾ ലിങ്ക് ചെയ്യണത്, ആധ്യാത്മിക അഭിഷേക ശാസ്ത്രമനുസരിച്ച് ലിങ്ക് ചെയ്യണത് ജെറുസലേം വിട്ടുപോകരുത് എന്ന് പറയുന്ന വചനമായിട്ടാണ്. ജെറുസലേം വിട്ടുപോകരുതെന്ന് ഈശോ എപ്പോഴാണ് പറയണത്? നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത് എന്ന് പറഞ്ഞേ, വിട്ടുപോകരുത്, എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുവേൻ. അപ്പോൾ 2 വചനങ്ങളാണ് ഈശോ പറയണത്. ഒന്ന് ജെറുസലേം വിട്ടുപോകരുത്, ലുക്കാ 24 തിരുവചനം 49. അപ്പോൾ വിട്ടുപോകാനുള്ള ഒരു പ്രവണത എപ്പോഴും മനുഷ്യന് ഉണ്ടാകും. അതാണ് സാക്ഷ്യങ്ങളുടെ ഒരു ഗുണം. ഈ വിട്ടുപോകാതിരിക്കാനതിന് പകരം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് പ്രത്യാശയാണ്. അതാ റോമ 5:5 പറയണത്. പ്രത്യാശ, കഷ്ടത, സഹനശീലവും, സഹനശീലം പറഞ്ഞ് സഹനശീലം, ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും നമുക്ക് നൽകുന്നു. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. അപ്പം ഈ നിരാശയാണ് വിട്ടുപോകാൻ. ആശ തീരുമ്പോൾ നിരാശ വരും, അല്ലേ? ആശയ്ക്കെതിരെയാണ് നിരാശ വരണത്. നിരാശയാണ് വിട്ടുപോകാൻ നമ്മളെ സമ്മർദ്ദത്തിലാക്കുന്നത്. അത് പ്രത്യാശയാണ് നമ്മളെ ചേർന്ന് നിൽക്കാൻ സഹായിക്കുന്നത്. സാക്ഷ്യങ്ങൾ നമുക്ക് തരുന്നത് എന്താണ്? പ്രത്യാശയാണ് തരുന്നത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇടയ്ക്ക് നിങ്ങൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കണം. എന്നാ പ്രാർത്ഥിക്കേണ്ടത്? അമ്മേ, ജെറുസലേം വിട്ടുപോകാതിരിക്കാൻ. ജെറുസലേം എന്ന് പറഞ്ഞാൽ എന്താ? മഹാരാജാവിൻ്റെ നഗരമെന്നല്ലേ കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്? ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവസാന്നിധ്യം വിട്ടുപോകരുതെന്നാണ് പറയണത്. അല്ല, ജെറുസലേം വിട്ടുപോകരുതെന്ന് പറയണത് ഈ മണ്ണഞ്ചേരി വിട്ടുപോകരുതെന്ന് പറഞ്ഞ പോലെ അല്ലേ. ജെറുസലേം എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിൻ്റെ സാന്നിധ്യം കുടികൊള്ളുന്ന സ്ഥലം. വിട്ടുപോകരുത്. സ്തുതിയുടെ ഹല്ലേലൂയ. നമ്മൾ രക്ഷപ്പെടുമെന്ന് ആർക്കറിയാൻ പറ്റും? ദൈവത്തിന് അറിയാൻ പറ്റും. പിന്നെ ആർക്കറിയാൻ പറ്റും? അതാണ് കുഴപ്പം.
അതാണ് കുഴപ്പം. നമ്മൾ രക്ഷപ്പെടുന്ന രണ്ട് കക്ഷികൾക്കറിയാം. ഒന്ന് ദൈവത്തിന് അറിയാം, പിന്നെ അതർ പാർട്ടിക്കും അറിയാം. അപ്പോൾ രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് നീ വിശ്വാസത്തിൽ നിലനിൽക്കാതിരിക്കാൻ വേണ്ടി സമ്മർദ്ദങ്ങളുണ്ടാകും. അതെല്ലാം മേഖലകളിൽ നിന്ന് ഉണ്ടല്ലോ ഇപ്പോൾ ആവശ്യത്തിന്, അല്ലേ? എന്നിട്ടും കർത്താവ് ഐതിഹാസികമായ സാക്ഷ്യമായി തൻ്റെ കൂടെ, ജനങ്ങളുടെ കൂടെ കർത്താവ് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കൈ ഇടിച്ച് കർത്താവ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ബാങ്ക് മാനേജറിൻ്റെ ബ്രദർ പറഞ്ഞു, നീ ദൈവത്തോടാണ്, അതായത് ഈശോയോടാണ് അമ്മയുമായി ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ജനങ്ങളുടെ കിംവദന്തികൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. എന്തിനാണ് പ്രസക്തിയുള്ളത്? നീ പരിശുദ്ധ അമ്മ വഴി ദൈവത്തോട് ചെയ്ത ഉടമ്പടിയാണ്. കാര്യം എന്താ? ഉടമ്പടി ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. കാര്യം നമ്മൾ ഇട്ടുപോയാലും ദൈവത്തിന് അത് ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? ദൈവമായിട്ട് നിലവിൽ വരുത്തിയ ഒരു രക്ഷാ സംവിധാനമാണത്. നോഹിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് കർത്താവിൻ്റെ കാലം വരെ ഒരു കാര്യമേ ഉള്ളൂ. പഴയതും പുതിയതും ഒന്നേ ഉള്ളെങ്കിലും കർത്താവ് വന്നപ്പോഴും ഉടമ്പടി തന്നെയാണ് സ്ഥാപിച്ചത്. അപ്പോൾ എന്താണ്? ഉടമ്പടി എന്നുള്ള കൺസെപ്റ്റ് സ്വർഗീയമായ ഒരു കൺസെപ്റ്റാണ്. നമ്മളതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തുമാത്രം ആഴമായി അതിനോട് ആത്മാർത്ഥത പുലർത്തുന്നു, അതനുസരിച്ച് കൊണ്ട് അതിൻ്റെ വാഗ്ദാനങ്ങൾ എല്ലാ വശങ്ങളിൽ നിന്ന് ശക്തി പ്രാപിക്കും. ഞാൻ വാസ്തവത്തിൽ ഇന്നത്തെ ഏറ്റവും നല്ല ഇപ്പോൾ ഡയറക്ടേഴ്സ് ഓപ്ഷൻ എന്ന് പറയാമെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ബാങ്ക് മാനേജറിൻ്റെ സാക്ഷ്യമാണ്. എന്നാ കാര്യം എന്നറിയാമോ? അത് പറയാൻ കാരണം ആ സാക്ഷ്യത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ലീഡിങ് ആയിട്ടുള്ള അഡ്വക്കേറ്റ്സിനെയാണ് ആ കേസ് ഏൽപ്പിക്കുന്നത്, ഇല്ലേ? ആ കേസിൻ്റെ ഒരു നാളുവഴികൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ലീവ് ആപ്ലിക്കേഷൻ ഇല്ല, ഉണ്ട്, പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ അത് അപ്രത്യക്ഷമായിരിക്കുക. നമ്മുടെ കയ്യിൽ അക്നോളജ്മെൻറ്റും ഇല്ല അതിൻ്റെ. അപ്പോൾ ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തതായിട്ട് തെളിവില്ല, അതാണ് പ്രശ്നം. പിന്നെ കേസ് എങ്ങനെയും പോകാം. അതുകൊണ്ടാണ് ലീഡിങ് ഇപ്പോൾ കാളിസ്ഥലത്തെ പോലുള്ള ലീഡിങ് അഡ്വക്കേറ്റ്സുകളെ കണ്ടിട്ട് അവർ നോക്കണം എന്താ, ഒരു കേസ് കാണുമ്പോൾ, അതിൻ്റെ ഫാബ്രിക്കേഷൻ കാണുമ്പോൾ അവർക്കറിയാൻ പറ്റും എന്നാ റിലീസ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന്. ഇതിൽ നിന്ന് എന്ത് ജഡ്ജ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഗ്രൗണ്ട് ഇല്ലാത്ത, എവിഡൻസ് ഇല്ലാത്തൊരു കാര്യത്തിന് 0 റിലീസാണ് വരണത്. അതുകൊണ്ട് അവർ റിജക്റ്റ് ചെയ്യുകയാണ്. പക്ഷേ ഇവിടെ ഒരു അഡ്വക്കേറ്റ് ഇരിപ്പുണ്ട്. ഞാൻ എപ്പോഴും അമ്മയോട് അമ്മ എന്നാ അഡ്വക്കേറ്റ് ആയെന്ന് ചോദിക്കും. കാര്യം ഇപ്പോൾ കത്തോലിക്ക സഭ ജനലക്ഷങ്ങളും ജനകോടികളും അമ്മയെ അഡ്വക്കേറ്റ് എന്നാണ് വിളിക്കുന്നത്. എങ്ങനെ അഡ്വക്കേറ്റ് ആയതാണ്? അമ്മ എങ്ങനെ അഡ്വക്കേറ്റ് ആയെന്നുള്ളത് ഈശോനോട് ചോദിക്കുമ്പോൾ ഈശോ പറയും. ഈശോ പരിശുദ്ധാത്മാവിനെ അഡ്വക്കേറ്റ് എന്ന് വിളിക്കണത്, ഇല്ലേ? പരിശുദ്ധാത്മാവിനെയാണ് ഈശോ അഡ്വക്കേറ്റ് എന്ന് വിളിക്കണത്. അവൻ നിനക്ക് വേണ്ടി വാദിക്കും. ഈ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്നല്ലേ അമ്മയോട് പറഞ്ഞിരിക്കണത്. അമ്മയും നമ്മളും തമ്മിലുള്ളൊരു ചെറിയ വ്യത്യാസം അതെപ്പോഴും അറിയണം. അത് അമ്മയും നമ്മളും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറഞ്ഞാൽ ആ സെക്കൻഡിൽ പരിശുദ്ധാത്മാവ് വന്നു, പിന്നെ ഒരിക്കലും പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് വിഷയം. ഏറ്റവും വലിയ ആധ്യാത്മിക വിഷയം അതാണ്. പരിശുദ്ധാത്മാവ് വരുന്നതിനൊരു പ്രശ്നവുമില്ല, പക്ഷെ വന്നാൽ നിക്കക്കള്ളിയില്ല, തിരിച്ചു പോകുന്നതാണ് പ്രശ്നം. അവിടെയാണ് നമ്മുടെ ആധ്യാത്മിക പരാജയപ്പെടുന്നത്. അമ്മയും നമ്മളും തമ്മിൽ എവിടെയെങ്കിലും ഒരു വിയോജിപ്പ്, ഒരു അകൽച്ച വന്നിട്ടുണ്ടെങ്കിൽ അതാണ്. വന്ന ആത്മാവ് തിരിച്ചു പോകാൻ അമ്മ അനുവദിക്കത്തില്ല. നമ്മളും അതുപോലെ ചെയ്യുമ്പോൾ നമ്മളും അമ്മയെപ്പോലെയാവും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, പരിശുദ്ധ അമ്മയെപ്പോലെ ആത്മാവിനെ ലഭിച്ചാൽ. ഇപ്പം ലോകത്തിലെ പ്രഗത്ഭന്മാരായ വക്കീലെല്ലാം നമ്മുടെ വിഷയം പറയുമ്പോൾ അവർ മനസ്സിലിട്ട് തൂക്കിയിട്ട് പറയും ഇതിനെന്നാ റിലീസ് കിട്ടും എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇതെന്നാ ജഡ്ജ്മെൻറ്റ് ഇതിന് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് ചിന്തിക്കുന്നത്. ജഡ്ജ്മെൻറ്റ് കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ ആ കേസ് അവർ തള്ളും. എന്താ കാര്യം? അത് അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നതാണ്, അവരുടെ പേരിനെ ബാധിക്കുന്നതാണ്. കേസ് പൊട്ടിയെന്ന് കേട്ടാൽ പിന്നെ ആരും കസ്റ്റമേഴ്സൊന്നും പിന്നെ അടുത്ത ആഴ്ച പോലും ചെല്ലത്തില്ല. ആ വഴുക്കിൻ്റെ അടുത്ത് പോയിട്ട് കാര്യമില്ലെന്ന് പറയും. അതുകൊണ്ട് അവരാ റിസ്ക് എടുക്കാത്തത്.
പക്ഷേ എല്ലാ റിസ്ക്കും എടുക്കുന്ന ഒരാളാണിത്. ഇയാളെടുത്ത് ഏറ്റവും വലിയ റിസ്ക്കാണ് ഇത്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. എന്തെങ്കിലും ഒരു റിസ്ക് നമ്മളെടുത്ത ഒരു സാഹസം എടുത്താൽ, കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അച്ഛൻ കൈ നീട്ട് പറയണതല്ല. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ റിസ്ക് എടുക്കണത് നല്ലതാണ്, അല്ലേ? 16:24 തിരുവചനം, മത്തായിയുടെ സുവിശേഷം. മത്തായിയുടെ സുവിശേഷം തിരുവചനം 16-ാം അധ്യായം 24-ാം വാക്യം. എന്നെപ്പറ്റി റിസ്ക് എടുക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ് എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശ് വഹിച്ച് എൻ്റെ പിന്നാലെ വരും. എന്തെങ്കിലും ഒരു റിസ്ക്, ഇപ്പം നിന്നോട് പോരും ഭവിഷ്യനെ കാണിക്കുന്ന നാത്തൂനായാലും, നിന്നെ ചവിട്ടിത്തള്ളുന്ന മേലാളായാലും, ഇപ്പോൾ റിസ്ക് വന്ന കണ്ടില്ലേ ആ ബാങ്ക് മാനേജറിൻ്റെ കേസ്, അത് റിസ്ക്കാണത്. അമ്മ എന്താണ് അവരോട് ചോദിച്ചത്? എന്ത് റിലീസ് കിട്ടുമെന്നല്ല അമ്മ ചോദിച്ചത്, നിനക്കെന്ത് റിലീസ് വേണമെന്നാണ്. ആ വ്യത്യാസം. ലോകത്തിലെ എല്ലാ ജഡ്ജിമാരും വക്കീൽമാരും നമ്മുടെ കേസ് കേൾക്കുമ്പോൾ ചോദിക്കണത് ഇതിനെന്ത് റിലീസ് കിട്ടുമെന്ന്. പക്ഷെ അമ്മ നിന്നോട് ചോദിക്കണത് എന്താണ്? മകളെ, നിനക്കെന്ത് റിലീസ് വേണം, എന്താണ് നിനക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ ചേച്ചി പറയും, എനിക്ക് നീതി നടത്തണം. കാരണം ഞാൻ ലീവ് കൊടുത്തതാ, എൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ലീവ് കൊടുത്തതാ. അപ്പോൾ എനിക്ക് VRSൻ്റെ ആവശ്യമില്ല, ടെർമിനേഷൻ്റെ ആവശ്യമില്ല. ബാങ്ക് എന്നോട് ടെർമിനേഷൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എനിക്കൊരു ആനുകൂല്യം കിട്ടാതെ എന്നെ വരും കൈയോടെ പറഞ്ഞു വിടാൻ പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് നീതി നടത്തി തരണമെന്ന് പറഞ്ഞ്, എനിക്ക് വേണ്ടതാണ് എന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്യണം, വീണ്ടും പഴയ മാനേജറായിട്ട് എന്നെ അപ്പോയിൻറ്റ് ചെയ്യണം. അവർ പഴയകാല മുൻകാല പ്രാബല്യമൊന്നും അവർ ചോദിച്ചില്ല. പക്ഷെ അമ്മ കൊടുത്ത 7 വർഷത്തെ പ്രാബല്യത്തോടുകൂടിയാണ് റീഇൻസ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. കൈയിടിച്ച് കിടത്താണ്. പാരലായിട്ടുള്ള സാക്ഷ്യമാണ് ലിൻസി ചെറിയാൻ്റെ സാക്ഷ്യം. ലിൻസി ചെറിയാൻ്റെ പ്രശ്നം എന്താ? കടങ്ങളാണ്, വല്ലാത്ത കടങ്ങൾ. കടങ്ങളെ പരിഹരിക്കുക എന്നുള്ളതാണ് അവളുടെ മനസ്സിലിരിക്കുന്നത്. പക്ഷേ ഈശോ അവളോട് എന്നാ ചോദിച്ചത്? നിനക്കെന്താണ് വേണ്ടത്? അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഓർത്തില്ല അങ്ങനൊരു ചോദ്യം എനിക്ക് വരുമെന്ന്. ദാറ്റ് മീൻസ് ആ ചോദ്യം അമ്മയുടെ ചോദ്യം തന്നെയാണ്. എന്താണ്? എന്ത് റിലീസാണ് നിനക്ക് വേണ്ടത്? അപ്പോഴുടനെ അവൾ തിരിച്ചറിഞ്ഞ് എന്താ വേണ്ടത്? ജോലിയാണ്. അപ്പോൾ 53 വയസ്സുള്ള ഹസ്ബൻഡിന് ജോലി കിട്ടാനുള്ള സാധ്യത ഇല്ല. സാധ്യത ഇല്ലാത്തപ്പോഴാണ് ഉടമ്പടി ഉടലെടുക്കുന്നത്. എവിടെയാണ് ഉടമ്പടി ഉടലെടുക്കുന്നത്? സാധ്യത ഇല്ലാത്തപ്പോഴാണ്. നിൻ്റെ ജീവിതത്തിൽ സാധ്യത മങ്ങുമ്പോഴാണ് ദൈവത്തിൻ്റെ സാധ്യത വരുന്നത്. അമ്മയോട് ചോദിച്ചില്ലേ, അമ്മ ദൈവത്തോട് ചോദിച്ചില്ലേ, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ലുക്ക 1:34. അത് എന്നും നമ്മൾ ധ്യാനിക്കേണ്ട ഒരു വചനമാണ്. ഒന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പം എന്ത് ദുർഘടത്തിൽ ചെന്ന് ചാടിയാലും ഈ ലുക്ക 1:34 ഉടനെ ഓർക്കണം. എന്താണ്? ഇതെങ്ങനെ സംഭവിക്കും? ഞാനീ ഊരാക്കൊടുക്കലിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ എങ്ങനെ രക്ഷപ്പെടും? നമുക്കെല്ലാവർക്കും വേണ്ടി ചോദിച്ച ചോദ്യമാണ് കേട്ടോ. അമ്മ ചോദിക്കുമ്പോൾ അമ്മ ആരുടെ അമ്മയാണ്? ലോകത്തിൻ്റെ അമ്മയാണ്. പിന്നെ നമുക്ക് വന്നിരിക്കുന്നൊരു പെശക് എന്താണെന്നറിയാമോ? അമ്മ ഈ ട്രാൻസ്പോർട്ട് ബസ് പോലെ ആയിപ്പോയതാണ് നമുക്കുണ്ടായ കുഴപ്പം. എന്താ കുഴപ്പം? എല്ലാവരും പറഞ്ഞു യേശുവിൻ്റെ അമ്മ നമ്മുടെയും അമ്മ. പക്ഷേ പുസ്തകത്തിലെ പശു പുല്ലു തിന്നത്തില്ല. എല്ലാവരും പറഞ്ഞു യേശുവിൻ്റെ അമ്മ നമ്മുടെയും അമ്മ. അത് ഈ പ്രമാണത്തിൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മൊത്തം പ്രമാണത്തിൽ നമ്മുടെ പേര് കിടക്കണ പോലെ ഇരിക്കും. കുടുംബത്തിൻ്റെ മൊത്തം പ്രമാണത്തിൽ നമ്മുടെ പേരുണ്ട് എന്ന് വെച്ചാൽ ഈ സാധനം കൊണ്ട് നമുക്ക് ഈടുവെക്കാൻ പറ്റുമോ? ഇല്ല. യേശുവിൻ്റെ അമ്മ നമ്മുടെ അമ്മയായതുകൊണ്ട് ചില സമയത്ത് വർക്കൗട്ട് ചെയ്യത്തില്ല. എന്താണതൊരു ജനറൽ കൺസെപ്ഷനാണത്. എന്ത് ചെയ്യണം? കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ള വാഗ്ദാനമാണത്.
അവിടെ നമ്മൾ ആ പ്രമാണത്തിൽ നമ്മുടെ പേരുണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രമാണം മൊത്തത്തിലുള്ളതാണ്. നമ്മളെന്നാ ചെയ്യണത്? നമുക്ക് ആ പ്രമാണം കൊണ്ട് പ്രയോജനം ഉണ്ടാണെങ്കിൽ എന്ത് ചെയ്യണം? ആ പ്രമാണത്തിന് ഭാഗ ഉടമ്പടി നടത്തണം. ഭാഗ ഉടമ്പടി നടത്തിയിട്ട് നമ്മുടെ പോർഷൻ നമ്മൾ രജിസ്റ്റർ ചെയ്യണം, പൊക്കോരോ ചെയ്യണം. എന്നിട്ട് നമ്മുടെ പോർഷൻ നമ്മൾ ടാക്സ് അടക്കണം. അപ്പോഴാണ് നമ്മുടേതായി തീരുന്നത്. ഇതുപോലെയാണ് യേശുവിൻ്റെ അമ്മ എല്ലാവരുടെയും അമ്മയാണെന്ന് പറഞ്ഞാൽ ഒരു പൊതുവായിട്ടുള്ള ഇഫക്റ്റാണത്. അതൊരു വ്യക്തിപരമായ ഇഫക്റ്റ് ആണെന്നുണ്ടെങ്കിൽ യേശുവിനോട് നമ്മൾ കണ്ണുനീരോട് ചോദിക്കണം, അമ്മേ എനിക്ക് നീ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. കാര്യം എപ്പോഴും ഒരു ദുർഘടത്തിൻ്റെ സമയത്താണ് അമ്മയെ കൊടുക്കുന്നത്. യേശു ആണെങ്കിലും ആണിപ്പഴുതിൽ തൂങ്ങി നിൽക്കുന്ന സമയത്താണ് നമുക്ക് അമ്മയെ തന്നത്. നമ്മൾ ആണിപ്പഴുതിൽ തൂങ്ങി നിൽക്കുമ്പോൾ കർത്താവ് നമ്മൾ പറയാതെ പറഞ്ഞ ചോദ്യമുണ്ട്, നിൻ്റെ അമ്മയെ, എൻ്റെ അമ്മയെ നിനക്ക് കിട്ടാൻ നേരമായി കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ, യേശു സ്തോത്രം, ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിട്ട്. അമ്മ എങ്ങനെ കിട്ടണത്? അമ്മയുടെ അരൂപി സ്വീകരിച്ചാണ് നമുക്ക് അമ്മയുടെ ആത്മാവിനെ ലഭിക്കണത്. അമ്മയുടെ അരൂപി, അമ്മയുടെ നിലപാട്, അമ്മയുടെ സമീപനം, അമ്മയുടെ സ്വഭാവം, അമ്മയുടെ പ്രകൃതി, അമ്മയുടെ സംസ്കാരം, ഇങ്ങനെ കുറേ മരിയൻ ആധ്യാത്മിക വിഷയങ്ങളുണ്ട്. ഓരോരോ ജീവിത അനുഭവങ്ങളിലൂടെ നമ്മൾ ഈ മരിയൻ നിലപാടുകളും സമീപനങ്ങളുമാണ് സംശീകരിക്കുന്നത്. ഇപ്പോൾ ഒരു മരിയൻ നിലപാട് എന്താണ്? അമ്മ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ലൂക്കാ 1:34. അതിനും മറുപടിയുണ്ട് ദൈവത്തിന്. സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ്. എന്താ? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പം നിസ്സാരമല്ല, അൾട്ടിമേറ്റായിട്ട് നോ എൻഡായിട്ട് കിടക്കുന്ന കാര്യമാണത്. ഒരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷെ അറിയാതെ എങ്ങനെയാണ് ഗർഭിണിയാകണത്? അതാണ്, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്ന മറുപടിയാണ് എന്താ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. പ്രൈസ് ദി ലോർഡ്. അത്യുന്നതൻ്റെ ശക്തി നിങ്ങളിൽ ആവസിക്കും. അപ്പം ഇനി എന്തായാലും എന്ത് സംഭവിക്കണമെങ്കിൽ ഇനി എന്ത് വേണം? അത്യുന്നതൻ്റെ ശക്തി വേണം. പ്രൈസ് ദി ലോർഡ്. ഇതെങ്ങനെ സംഭവിക്കുമെന്നുള്ള ചോദ്യങ്ങൾക്ക്, നടക്കാത്ത കാര്യങ്ങൾ നടത്തിയെടുക്കാൻ എന്താണ് വേണ്ടത്? അത്യുന്നതൻ്റെ ശക്തി. ലൂക്കാ 1:35 കൈ അടിച്ച് കിടത്താണ് മനുഷ്യരാശിക്ക് ലഭിക്കുന്നത്. ഇതിന് മറുപടിയായിട്ട് അത്യുന്നതൻ്റെ ശക്തി എങ്ങനെ നമ്മളിലേക്ക് വരും? ഈശോ പോകാൻ നേരത്തും വീണ്ടും ഈശോ മരണത്തിന് മണിക്കൂറുകൾ മാത്രം ഉള്ളപ്പോഴും ഈശോ മരിച്ചുയർത്തെഴുന്നേറ്റ് തിരിച്ചു വന്നപ്പോഴും 2 വാക്കുകൾ സംസാരിച്ചിട്ടുണ്ട്. ഒന്നെന്താണ് പോകാൻ നേരത്ത് പറഞ്ഞത്? നിങ്ങൾ ജെറുസലേം വിട്ട് പോവരുത്. എന്നുവെച്ചാൽ അർത്ഥം എന്താണ്? വിട്ടു പോവരുത് എന്ന് വെച്ചാൽ 24:49 ലൂക്കാ 24:49. ജെറുസലേം വിട്ടു പോകരുത് എന്ന് വെച്ചാൽ ദൈവസാന്നിധ്യത്തെ കുടികൊള്ളണമെന്നല്ലേ? എന്ന് വെച്ചാൽ പ്രാർത്ഥനയിൽ നിലനിൽക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു കാര്യം എന്താണ്? പ്രാർത്ഥനയിൽ നിലനിൽക്കുന്നതാണ് അല്ലേ? അത്യുവിൻ്റെ ശക്തി നമുക്ക് ലഭിക്കാൻ ലൂക്കാ 24:49 അനുസരിച്ചുള്ള ഒരു മാർഗം എന്താണ്? പ്രാർത്ഥനയിൽ നിലനിൽക്കുന്നതാണ്. രണ്ടാമത് എന്താ? രണ്ടാമത് സ്വർഗാരോപണം ചെയ്ത് കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പറഞ്ഞത് എന്താ? എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക. വിട്ടുപോകരുത്, കാത്തിരിക്കുക അല്ലേ? നടപടി 1:4 എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക. ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ എന്താണ്? ലൂക്കാ 1:35 അനുസരിച്ച് കൊണ്ട് അത്യുന്നതൻ്റെ ശക്തി ലഭിക്കാനുള്ള 2 മാർഗ്ഗങ്ങൾ എന്താണ്? ഒന്ന്, വിട്ടുപോകരുത്, പ്രാർത്ഥനയിൽ നിലനിൽക്കുക. രണ്ടാമത്തത് എന്താണ്? കാത്തിരിക്കുക. അപ്പോൾ പ്രാർത്ഥനയുമായി കാത്തിരിപ്പ് വരുമ്പോൾ എപ്പോഴും വരേണ്ട കൂടെയാണ്. അതിന് കൂടെ വരണേ എന്താണ്? ഉപവാസമാണ്. നമ്മൾ ഉപവസിക്കുമ്പോൾ എന്താ ചെയ്യണത്? വി ആർ വെയിറ്റിംഗ്. പഴയ കാലങ്ങളിലെല്ലാം പഴയ പിതാക്കന്മാരെ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയുമാണ് ദൈവത്തെ കാത്തിരുന്നത്. നമ്മൾ ഒരു ആശയടക്കത്തിൻ്റെ മിനിമം പ്രോഗ്രാം അല്ല ഉപവാസത്തിനുള്ളത്.
ഉടമ്പടി ഉപവസിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ആശയടക്കത്തിൻ്റെ മിനിമം പരിപാടികൾ, പദ്ധതികളല്ല ഉപവാസത്തിനുള്ളത്. എന്താണ്? വി ആർ വെയിറ്റിംഗ് ഫോർ ദ ഇൻഡ്വെല്ലിംഗ്. നമ്മൾ എന്തിനാണ് കാത്തിരിക്കുന്നത്? കർത്താവിൻ്റെ അത്യുന്നതൻ്റെ ശക്തി ആവഹിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഉപവാസം ഒരു കാത്തിരിപ്പാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉപവസിക്കുമ്പോൾ ഇതൊരു ഡബിൾ ഇഫക്റ്റാണ്. എന്താ കാര്യം എന്നറിയാം? ഡബിൾ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഇപ്പോൾ പണ്ട് കർത്താവിൻ്റെ അടുത്ത് ഒരുത്തനെ കൊണ്ടുവന്നായിരുന്നല്ലോ. അരേ, ഒരു പിശാച് ബാധിതനെ അവൻ്റെ അപ്പം ഈശോൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോസ്തലന്മാർക്ക് അതിനെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ കർത്താവ് അവനെ സുഖപ്പെടുത്തി. അപ്പോൾ പത്രോസ് ചോദിച്ചു, ഞങ്ങൾക്ക് എന്താണ് അവനെ സുഖപ്പെടുത്താൻ കഴിയാതിരുന്നത്? അപ്പോൾ കർത്താവ് എന്നാ പറയണത്? പ്രാർത്ഥനയും ഉപവാസവും. മർക്കോസിൻ്റെ 9:29 തിരുവചനം. മർക്കോസ് 9:29. പ്രാർത്ഥനയും എന്ന് മാത്രമേ 9:29 കാണത്തുള്ളൂ. നിങ്ങൾ ടിപ്പണി വായിക്കണം, താഴേക്ക് ഇറങ്ങി ഫുട് നോട്ട്സ് വായിക്കണം. അവിടെ എഴുതിയിട്ടുണ്ട്. ചില കൈയെഴുത്തുപടുത്തുകളിൽ ഇങ്ങനെ കാണുന്നു. എങ്ങനെ കാണുന്നു? പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ. മർക്കോസ് 9:29 ഏറ്റു പറഞ്ഞ്, പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ ഈ വർഗങ്ങളെ പുറത്തു പോകത്തില്ല. അതെന്താ? അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിനും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള ഒരു വഴി മാത്രമല്ലത്, ദുഷ്ടാരൂപി പുറത്തു പോകാൻ വേണ്ടി കൂടിയുള്ള വഴിയാണ്. ഇതാണ് ഉടമ്പടി വന്നിരിക്കുന്നത്. ഈ ഉടമ്പടി ഇത്രയും സമയബന്ധിതമായി നടക്കാൻ കാര്യം എന്താ? ഇതൊരു പക്ക പ്രയറാണ്. കാര്യം ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങൾ നടക്കുകയാണ്. ഉടമ്പടിയുടെ പ്രാർത്ഥന കൊണ്ട് ഉപവാസം കൊണ്ട് രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. എന്താണ്? ഒന്ന്, മർക്കോസ് 9:29 അനുസരിച്ച് കൊണ്ട് പ്രാർത്ഥന ഉപവാസം കൊണ്ട് നമ്മളിലുള്ള ദുഷ്ടാരൂപിയോ ലോകാരൂപിയോ, കാരണം ദുഷ്ടാരൂപി എല്ലാവരും ഇല്ലെങ്കിൽ ലോകാരൂപി ആവശ്യത്തിനുണ്ടാവും. ലോകാരൂപി ഉണ്ടായാലും കുഴപ്പമാണ്. എന്താ കാര്യം? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. അതാണ് യോഹന്നാൻ 14:17. ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ലെന്ന് കൈ അടിച്ച് കർത്താവിന്റെ ശ്രദ്ധയിൽ ചെയ്യുക. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കാര്യം ഒരേ ഈ ഉടമ്പടിയുള്ള ഒരു ഉപവാസം കൊണ്ടും ഒരു പ്രാർത്ഥന കൊണ്ടും രണ്ട് ഇഫക്റ്റാണ് ഒരേ സമയം നടക്കുന്നത്. എന്താ? നമ്മളിലുള്ള ലോകാരൂപികൾ പുറത്തു പോവുകയും ദൈവാരൂപി അതേസമയം തന്നെ നമ്മളിൽ ശക്തിപ്പെടുത്തുകയും ചെയ്യും. നമ്മൾ ദൈവാരൂപി നിലനിൽക്കുന്നിടത്തോളം കാലം എല്ലാ തടസ്സങ്ങളും മാറിയെന്നർത്ഥം. പിന്നെ വാഗ്ദാനം എപ്പോഴായാലും പാലിക്കപ്പെടും. കാര്യം പരിശുദ്ധാത്മാവ് വാഗ്ദാനത്തിലൂടെ നമുക്ക് ലഭിച്ച ആളാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാ എങ്ങാനും കോൾ ഫോർ ചെയ്യണമെങ്കിൽ പ്രാർത്ഥന മുടങ്ങിപ്പോകുമെന്ന് വൈഫ് പറഞ്ഞെന്ന്, അതല്ലേ? അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളും ചിന്തിക്കണം. എങ്ങാനും നിങ്ങൾ ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഏതെങ്കിലും കമ്പനി വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് എന്താണ്? ഈ മാസത്തെ പ്രാർത്ഥന നഷ്ടപ്പെടും. ദൈവതിരുസേനയെ വ്യാപരിക്കണവൻ ആത്മാർത്ഥതയിലും സത്യത്തിലും വ്യാപരിക്കണം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണ പോലെ തന്നെയാണ് ആത്മാർത്ഥത. അതുകൊണ്ടാണ് അവൻ അമ്മ മണ്ണി ചവിട്ടിയപ്പോൾ തന്നെ അവനെ തിരിച്ച് വിളിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്തിരിക്കണം. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാക്കന്മാരുടെ പുറപ്പാട് യാത്രയിൽ രാത്രി തീത്തൂണായി, പകൽ മേഘസ്തംഭമായി വഴിയാത്ര നടത്തിയ ദൈവത്തിൻ്റെ വാഗ്ദാന പേടകത്തിൻ്റെ സാന്നിധ്യമാണ് ഉടമ്പടി ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മയായി നിൻ്റെ കൂടെ സഹവസിക്കുന്നത്. അമ്മയെ വിളിച്ചുകൊണ്ട് പോകണമെന്നൊക്കെ അച്ഛൻ ഇടയ്ക്ക് പറയുന്നത് ഈ വാഗ്ദാന പേടകത്തിൻ്റെ ആശയപരിസരത്തിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഉടമ്പടി സത്യസന്ധമായി ചെയ്യുന്ന വ്യക്തിയുടെ മുമ്പിൽ അമ്മ കൂടെ വരും. ഇന്നലെ ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. മകൾക്ക് വല്ലാത്ത
വർഷങ്ങൾ പഴക്കമുള്ള ശ്വാസം മുട്ട. ഉടമ്പടി ചെയ്ത് വീട്ടിൽ ചെന്നപ്പോൾ മകള് അമ്മയോട് പറയും, അമ്മയെ വല്ലാത്ത ഒരു സുഗന്ധമാണല്ലോ നമ്മുടെ വീട്ടിലെന്ന്. അപ്പോൾ അമ്മ രണ്ടും കൽപ്പിച്ച് പറയും, അത് അമ്മ വന്നതാണെന്ന് പറയും. അമ്മ വന്നതാണ്, എൻ്റെ മകൾക്ക് ഇനി ഒരിക്കലും ശ്വാസം മുട്ടുണ്ടാവത്തില്ലെന്ന്. അപ്പോഴവൾ ലൈറ്റ് ഓഫ് ആകും ഓട്ടോമാറ്റിക്കായി. അപ്പോൾ അവൾക്ക് മനസ്സിലാവും കട്ടിലിൽ ആരും ഇരിക്കണമല്ലോ എന്ന്. പിന്നെ അവൾക്കൊരിക്കലും ശ്വാസം മുട്ടുണ്ടായിട്ടില്ല. ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മ നിങ്ങളുടെ കൂടെ വരുന്നു എന്നുള്ള സത്യം എൻ്റെ മക്കൾ തിരിച്ചറിയാനാണ് ഇപ്പോഴീശോ ഇത് പറയണത്. നമ്മളിപ്പോൾ ശ്വാസം മുട്ട് രോഗികൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ശ്വാസം മുട്ടുള്ളവരെ നെഞ്ചത്ത് കൈവെക്കണം. ആ ശ്വാസത്തിൻ്റെ ആ കൈയുടെ ബാക്കിൽ ഉള്ളിൽ നിൻ്റെ ഹൃദയമുണ്ടാകും, നിൻ്റെ കരളുണ്ടാകും, നിൻ്റെ നെഞ്ചും കൂടെ ഉണ്ടാകും. അതിനൊക്കെ കേടുപാടുകളുണ്ടെങ്കിൽ കണ്ണീരോടെ അമ്മയോട് പറയണം, അമ്മേ ഈശോനോട് പറ എൻ്റെ ഹൃദയത്തെ സുഖപ്പെടുത്താൻ. അമ്മ ഈശോനോട് പറ എൻ്റെ കരളിനെ സുഖപ്പെടുത്താൻ. എനിക്ക് വേലയെടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങൾ പറക്കാൻ പറ്റിയിരിക്കുകയാണ്, ഇവിടെ അടുത്ത് എത്തിയിട്ടില്ല. എൻ്റെ ജോലി, എനിക്ക് തന്ന ജോലി പൂർത്തിയാക്കാൻ എനിക്ക് അനുവാദം തരാൻ ഈശോയോട് കരഞ്ഞ് പ്രാർത്ഥിക്കും മക്കളെ. ശ്രുതിയുടെ ഹല്ലേലൂയ. യേശു കർത്താവേ കരളിനെ സ്പർശിക്കണമേ കർത്താവേ. കർത്താവേ കരളിനെ സ്പർശിക്കണമേ കർത്താവേ. കർത്താവേ ഹൃദയത്തെ സ്പർശിക്കണമേ കർത്താവേ. അസ്ഥിക്കൂടുകളെ സ്പർശിക്കണേ കർത്താവേ. കർത്താവെ പതിരെ സ്പർശിക്കണേ കർത്താവേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ മാരക രോഗങ്ങളെ, ശ്വാസകോശ രോഗങ്ങളെ, ഹൃദയ രോഗങ്ങളെ യേശുനാമത്തിൽ, യേശുനാമത്തിൽ, യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. അതൊക്കെ നിസ്സാരമായിട്ട് ആരും കരുതരുത്. ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ? അവരുടെ വീട്ടിൽ വൻതേനിൻ്റെ കടുന്നകളാണല്ല, ഈച്ചയൊന്നുമല്ല, അത് കടുന്നയാണ് വന്നിരിക്കുന്നത്. വൻതേനിൻ്റെ കടുന്നയാണ്. അതാണ് ഇങ്ങനെ അപ്പം പോലെ മുറം പോലെ ഇരിക്കുന്നത്. ഒരു കുത്തു കൊണ്ടാൽ അന്നത്തേക്കായി. അതാണ് അവർക്ക് പേടിയായെന്ന് പറഞ്ഞത്. അതിനെ കളയാനാരും ഇല്ലെന്ന് പറഞ്ഞു. എനിക്ക് ആ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് ഇരുന്നത്. കാര്യം ആ സാക്ഷ്യം ഒരു വലിയ സാക്ഷ്യമാണത്. ചെറിയ കാര്യമല്ലത്. അവരെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ചുള്ള ചെറുതാണ് അത്. അവർക്കത് വലുതാണ്. അവർക്ക് സമാധാനം ഇല്ല. അത് കാരണം ഈ സാധനം ഏത് സമയത്ത് ഓടി അടുക്കള കയറുമെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അവർ ആർക്കും അത് സാധിക്കാൻ പറ്റാതെ വന്നപ്പോൾ അമ്മയോട് പറഞ്ഞെന്ന്. ഒരു കടന്നലിൻ്റെ കാര്യത്തിൽ പോലും അമ്മ ഇടപെടും മക്കളെ. ഉടനെ അമ്മ അതിനുള്ള സമാധാനം കണ്ട്. എന്താണ്? മുഷറാണ് വന്നിരിക്കണത്, ഉറുമ്പല്ല, മുഷർ. വലിയ ചുവന്ന ഉറുമ്പില്ലേ, അതാണ്. അവൻ കയറി അതിനെ ഓടിച്ച് കളഞ്ഞു. അപ്പോൾ ഭർത്താവ് പറഞ്ഞത്, അങ്ങനെയൊക്കെ ഓടിപ്പോവും, ഈ സാധനം പിന്നെയും വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പരന്തുകളെ വിട്ടെന്ന് പറഞ്ഞു, കൊത്തിയടത്ത് ദൂരെ കളയാൻ വേണ്ടി. അപ്പോൾ എല്ലാ വിഷയത്തിനും ഇടപെടുമെന്നല്ല എൻ്റെ അർത്ഥം. ഇത് കേൾക്കുന്നത് മനസ്സിലാക്കണം. നിൻ്റെ കുഞ്ഞു കാര്യമെന്ന് പറഞ്ഞാലും ശരി, അമ്മയ്ക്കത് നീ അനുഭവിക്കുന്ന കാരണം അമ്മയ്ക്കത് വലിയ കാര്യങ്ങളാണ്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. ദൈവത്തോട് ചോദിച്ച് വാങ്ങിക്കും. അവിശ്വാസി എന്താ? ആദ്യം മുതലേ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഈ പ്രപഞ്ചത്തിൽ കുറേ ജീവിക്കാനുള്ള മാർഗങ്ങളും ആഹാരത്തിന് മാർഗവും തന്നിട്ടുണ്ട്. അതവൻ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വന്തം കഴിവ് കൊണ്ട് സമ്പാദിച്ചാണെന്ന് പറയും. അത്രയേ ഉള്ള കാര്യം, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ട് കിട്ടാൻ വേണ്ടിയാണ് ദൈവം നിനക്ക് ഒരുക്കിയിരിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവത്തിൻ്റെ പൈതലാണ്. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് സ്പൊണ്ടിലോസിസ്, കഴുത്തിൻ്റെ അസുഖങ്ങൾ, തല നേരെ നിൽക്കാത്ത അവസ്ഥ, കഴുത്തിൻ്റെ വേദന, തൈറോയിഡ്, ടോൺസിലൈറ്റിസ്. കഴുത്തിന് അസുഖമുള്ളവർ
നിങ്ങൾക്ക് ചിലപ്പോൾ കഴുത്തിന് അസുഖം ഉണ്ടാവത്തില്ല, അതിനെ ദൈവത്തോട് നന്ദി പറഞ്ഞാൽ മതി. പക്ഷേ കഴുത്തിൻ്റെ അസുഖമുള്ളവരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അവരെ നിങ്ങൾക്കറിയാം. നിങ്ങൾ കഴുത്തെ തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവരെ നിങ്ങൾ ഓർക്കണം. ദൈവം അവരെ ഇപ്പോൾ സുഖപ്പെടുത്തും നിൻ്റെ പ്രാർത്ഥനയുടെ യോഗ്യതയാൽ. കഴുത്തിന് അസുഖമുള്ള കഴുത്തെ തൊടുക. കഴുത്തിന് അസുഖമില്ലാത്തവരും ആർക്കെങ്കിലും കഴുത്തിന് അസുഖം ഉണ്ടെങ്കിൽ, ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ, ശത്രുക്കളായാലും. ചിലരെന്നോട് പറഞ്ഞു, അച്ഛാ ഉടമ്പടി തൈലം എന്ന് പറയരുത്. എന്താ കാര്യം? ആയുർവേദ വിധി പ്രകാരം തൈലം എന്ന് പറയുന്നത് 3 മരുന്ന് ഒരുമിച്ച് കൂടുമ്പോഴാണ് തൈലമാകണത്. അതുകൊണ്ട് എണ്ണയെന്നാണ് പറയേണ്ടത്. തൈലം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിൽക്കാൻ വേണ്ടിയുള്ള തരികിട പരിപാടിയാണ്. ഓരോ മനുഷ്യന്മാർ കാര്യങ്ങൾ കാണുന്ന രീതികൾ കണ്ടില്ലേ? ബൈബിൾ എന്താ പറയണത്? ആയുർവേദ തൈലമാണ് ബൈബിൾ പറയണത്. മർക്കോസ് 6:9 ഉടമ്പടി തൈലം തന്നെ പറയണത്. തൈലം സഭയുടെ 2000 കൊല്ലത്തെ പാരമ്പര്യത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നത് എല്ലാം എന്താണ്? എണ്ണയല്ല, തൈലമാണ്. ആയുർവേദ വിധി പ്രകാരം പല തൈലം പറയുമായിരിക്കും, അത് നമുക്കറിയേണ്ട ആവശ്യമില്ല. നമ്മളെ കൊടുക്കുന്നത് യേശുക്രിസ്തു നാമത്തിൽ ആശീർവദിച്ചിരിക്കുന്നത് ഔഷധ തൈലമാണ്. ആരുടെ? ദൈവത്തിൻ്റെ ശക്തിയുള്ള. അതുകൊണ്ടല്ലേ ആൾക്കാർ അത് ഉപയോഗിക്കുന്നത്. ദൈവത്തിൻ്റെ നാമത്തിൽ ഒരു തൈലം ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് മാധ്യമമായിട്ടാണത് മാറണത്. വിശ്വാസം ആ വ്യക്തി പ്രഖ്യാപിക്കുകയാണ് ചെയ്യണത്. അപ്പം തൈലമല്ല സുഖപ്പെടുന്നത്, കർത്താവാണ് സുഖപ്പെടുന്നത്. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. ഗർഭാശയ രോഗികൾ പ്രാർത്ഥിക്കുക. അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടാത്തവർ പ്രാർത്ഥിക്കുക. ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവർ പ്രാർത്ഥിക്കുക. കിഡ്നിയിൽ കല്ലുള്ളവർ പ്രാർത്ഥിക്കുക. കിഡ്നി വീക്കമുള്ളവർ പ്രാർത്ഥിക്കുക. കിഡ്നി ചുരുക്കമുള്ളവർ പ്രാർത്ഥിക്കുക. വൻകുടലിൽ കുരുക്കളുള്ളവർ പ്രാർത്ഥിക്കുക. മൂത്രമൊഴിക്കുമ്പോൾ പെരുപ്പുള്ളവർ പ്രാർത്ഥിക്കുക. എരിച്ചിലും പുകച്ചുള്ളവർ പ്രാർത്ഥിക്കുക. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവായ യേശു മിശിഹായേ, ഉദര രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉദര രോഗികളെ നിന്റെ നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉദര രോഗികളെ നിന്റെ നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുടലിലെ കുരുക്കള്, അൾസർ, അരിസസ്, പിസ്തുല, കർത്താവേ, എല്ലാ രോഗങ്ങളും PCOD യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ, ദൈവനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. ഉദര രോഗങ്ങൾ എല്ലാം സമർപ്പിച്ച് സ്തുതിക്കട്ടെ. കർത്താവേ, എല്ലാ ഉദര രോഗങ്ങളും എടുത്ത് മാറ്റുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവേ, കാരുണ്യത്തിന് അസ്ഥിവേദനക്കാര്, നടുവേദനക്കാര്, വേദനയുള്ള സ്ഥലങ്ങളിലേക്ക് അവർ ഈശോയുടെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ ഈ വേദനയുള്ള സ്ഥലത്ത് വെക്കുന്നു എന്ന് പറയണം. മരിച്ചുയർത്തുന്നേറ്റ് എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വേദനയുള്ള സ്ഥലത്തേക്ക് എൻ്റെ കൈകളെ വെക്കുന്നു. അസ്ഥിവേദനയായാലും അസ്ഥി ഉരുക്കമായാലും പിരിച്ചുകൾ കുറേ കാലം നിന്ന് വേദനിക്കുന്ന രക്തം പൊക്കുന്ന അസുഖമായാലും അടിവയറ്റിൽ അവർക്ക് കൈവെക്കാവുന്നതാണ്. യേശുനാമത്തിൽ വെക്കണമെന്ന് പറയണം. ഞാൻ എൻ്റെ രോഗം അവസാനിപ്പിക്കാൻ വേണ്ടി യേശുനാമത്തിൽ ഈ കൈകളെ എൻ്റെ ശരീരത്തിൽ വെക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ യേശുമിശിഹായേ, ഒന്നും അസാധ്യമില്ലാത്തവനെ, ഈശോ എല്ലാം സാധ്യമായവനെ, ഈശോ കർത്താവ് ഒന്നും അസാധ്യമില്ലാത്തവനെ, ഈശോ എല്ലാം സാധ്യമായവനെ, ഈശോ നിനക്ക് സ്തോത്രവും നിനക്ക് സ്തുതിയും നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധ്യം അർപ്പിക്കുന്നു. മക്കളെ കൈവച്ചിരിക്കുന്ന ഇടങ്ങളിൽ രോഗങ്ങളുണ്ടെങ്കിൽ യേശുനാമത്തിൽ കൽപ്പിക്കുന്നു, സൗഖ്യം പ്രാപിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ, എല്ലാ അസ്ഥിരോഗികളെ സമർപ്പിക്കുന്ന കർത്താവേ, എല്ലാ ഉദര സംബന്ധമായ വിവാഹ തടസ്സമുള്ളവരെ, അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട വിശുദ്ധമായ സ്വർഗത്തിൻ്റെ മണ്ണിലാണ്, സ്വർഗത്തിൻ്റെ സ്വത്തവകാശം പോലെ ഇരിക്കുന്ന മണ്ണിലാണ് നീ നിൽക്കണത്. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സ്വർഗത്തിൻ്റെ സ്വത്തവകാശമുള്ള മണ്ണെന്ന്. ആ മണ്ണിൽ നിന്നെ വിളിച്ചിരിക്കുകയാണ്. നിൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് നീ അത് തിരിച്ചറിയണം. നിൻ്റെ കണ്ണുനീര് കർത്താവ് കണ്ടു എന്നുള്ള സൂചന മാത്രമല്ല, നിന്നെ കർത്താവ് സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം കൂടിയുണ്ട്. നിന്നെ ഇവിടെ വിളിച്ചു വരുത്തുമ്പോൾ, നിന്നെ വിളിച്ചു വരുത്തിയ ദൈവമാണെങ്കിൽ
നീ തിരിച്ചു പോകുമ്പോൾ കർത്താവ് നിൻ്റെ കൂടെ വരികയും നിന്നെ സന്തോഷിപ്പിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യാം. ദൈവവേദലെ ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. കല്യാണം ഇതുവരെ ഒത്തുവരാത്തവരെ, മക്കളില്ലാത്തവരെ, ഉള്ള ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെടാൻ പോകുന്നവരെ, വല്ല ജോലി നഷ്ടമാകാൻ പോകുന്നവരെ, വരുമാന മാർഗം കടയും കച്ചവടവും വ്യാപാരവും വ്യവസായവും ഒക്കെ എല്ലാം തകർന്നു പോകുന്നവരെ, ഇനി ജീവിക്കാൻ ഒരു തുണ്ട് ഭൂമി മാത്രം അവശേഷിക്കുന്നവരെ, കടങ്ങൾ കയറി പെരുകിയിട്ട് വീട് വിൽക്കാൻ പറ്റാത്തവരെ, സ്ഥലം വിൽക്കാൻ പറ്റാത്തവരെ, അവരെല്ലാം ഓർക്കുകയാണ്. പലതരത്തിലുള്ള തടസ്സങ്ങൾ, വിസയ്ക്ക്, പ്രോസസ്സിങ്ങിന്, PR-ന്, എമിഗ്രേഷന് എല്ലാം തടസ്സങ്ങളുള്ളവരെ അവരെല്ലാം ഇപ്പോൾ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പുതിയ നൈപുണ്യ പരീക്ഷകൾ, അത് യോഗ്യതാ പരീക്ഷകൾ, IELTS പോലുള്ള, MOH പോലുള്ള, ഹാദ് പോലെയുള്ള പരീക്ഷകൾ, ആ പരീക്ഷകളുമെല്ലാം പഠിക്കാൻ പറ്റാത്തവർ, പഠനത്തിൽ മനസ്സിൽ പതിഞ്ഞു നിൽക്കാത്തവർ, പരീക്ഷ എഴുതിയ പരീക്ഷയിൽ തോക്കുവന്ന് ഓർത്ത് വേദനിക്കുന്നവരുടെ മേലെല്ലാം കർത്താവിൻ്റെ കണ്ണ ചൊരിയാൻ വേണ്ടി, വഴിയില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, കർത്താവിന് പലതരത്തിലുള്ള ഭാഗോടമ്പടി നടക്കാത്തവരെ, പലതരത്തിലുള്ള കേസുകൾ അകപ്പെട്ടിരിക്കുന്നവരുടെ മേൽ കർത്താവിനെ കണ്ണ ചൊരിയാൻ വേണ്ടി കർത്താവേ നാമത്തിൽ കർത്താവേ മക്കളെ സ്പർശിക്കണമേ കർത്താവേ, മക്കളെ സ്പർശിക്കണമേ കർത്താവേ, മക്കളെ സ്പർശിക്കണമേ കർത്താവേ, നൽകണമേ കർത്താവേ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചിന്റെ അടയാളത്തിൽ ദൈവസത്യാൽ ദുരിതങ്ങൾ, തടസ്സങ്ങള്, രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി എന്തെങ്കിലും കാര്യം കൂടി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓർക്കുക. അച്ഛൻ്റെ ശ്രദ്ധയിൽ വന്നാത്ത എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾ ഇപ്പോഴും ഓർക്കണം. ഈശോ അതിനുവേണ്ടി സാക്ഷ്യം പറയാൻ നിങ്ങൾക്ക് ഈ ആൾത്താരെ കയറാൻ കർത്താവ് അനുവദിക്കും. നേർച്ച വസ്തുക്കളെടുക്കുക. നേർച്ച വസ്തുക്കളെടുക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ലൈറ്റ് അക്കാൻ്റെ പ്രയർ റിക്വസ്റ്റ്, ലോകം മുഴുവനുള്ള മക്കൾക്ക് ഇവിടെ വരാൻ യാത്രാപരമായ സാങ്കേതിക തടസ്സമുള്ളവർക്ക് അവരുടെ കാര്യങ്ങൾ നിർവഹിക്കപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ അമ്മ മാതാവ് നമുക്ക് ലൈറ്റ് അക്കാൻ്റെ പ്രയർ റിക്വസ്റ്റ് തന്നിരിക്കുന്നത്. ഈ ലൈറ്റ് അക്കാൻ്റെ പ്രയർ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അന്യഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ സന്നിധാനത്തിൽ മെഴുതിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കുന്നതിനാണ് ഏറ്റേക്കാൻ പ്രയർ റിക്വസ്റ്റ് എന്ന് പറയണത്. അതിൻ്റെ അടിസ്ഥാനം എന്താ? നമ്മൾ 8 ഉപവാസ ധ്യാനമാണ് അതിൻ്റെ അടിസ്ഥാനം. കാരണം അവർക്കിവിടെ വന്ന് പ്രാർത്ഥിക്കാൻ പറ്റണില്ല. പക്ഷെ നമ്മൾ 8 പ്രാവശ്യം, ഒരു മാസം 8 പ്രാവശ്യം ഉപവസിച്ച് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. 8 ദിവസത്തെ, ഒരു മാസത്തിൽ 8 ദിവസത്തെ ഉപവാസ ധ്യാനവും ആരാധനയുമാണ് നമ്മൾ കാഴ്ചവെക്കുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ലോകം മുഴുവൻ നിന്ന് കമ്പ്യൂട്ടറിൽ തിരികെത്തിച്ച് കൃപാസനം മാതാവിനെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ കാര്യങ്ങൾ നിവർത്തിയാക്കാൻ ഞങ്ങളെ ഈ മാസത്തെ 8 ആരാധനകളെ അവരുടെ ആവശ്യത്തിനായി, ദൈവത്തിന്റെ മഹത്വത്തിനായി സമർപ്പിക്കുന്നു. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് സ്ഥലം പരിമിതി ഉള്ളത് കൊണ്ട് നിങ്ങൾ ഒരു മാസം ഒരു പ്രാവശ്യമേ നിങ്ങൾക്ക് ഇവിടെ വരാൻ അനുവാദമുള്ള, ഒരു മാസം ഒരു ദിവസം മാത്രം അത് ഈ പ്രാർത്ഥനയ്ക്ക്. ബാക്കി നമ്മൾ 6 നിയോഗങ്ങളാണ് അമ്മ മാതാവിൻ്റെ പെട്ടിയിൽ പ്രാർത്ഥന ആവശ്യത്തിനായി നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ 6 പ്രാർത്ഥന നമ്മൾ കൂടാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യും? ഒരു മാസത്തെ ബാക്കി 5 പ്രാർത്ഥനകളിൽ 2 1 ഷാലോം TV കൂടും. എല്ലാ വെള്ളിയാഴ്ചയും
എല്ലാ തിങ്കളാഴ്ചയും. തിങ്കളാഴ്ച 1:30 മണിക്കും വെള്ളിയാഴ്ച രാവിലെ 8:30ക്കും. അപ്പം അടുത്ത ഈ മാസം അവസാനം മുതൽ ഡിവൈൻ ടി വിയിലും, അതായത് ഗുഡ്നസ് ടി വിയിലും കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനം ഉണ്ടായിരിക്കുന്നതാണ്. ടൈം അവർ അറിയിച്ചിട്ടില്ല, ഉടനെ അറിയിക്കും. അപ്പോൾ അടുത്ത പത്രത്തിൽ അത് അനൗൺസ് ചെയ്യും. ടൈം കിട്ടിയാൽ എല്ലാ പ്രാർത്ഥനയ്ക്കും അത് പറയുകയും ചെയ്യും. അപ്പോൾ 2 ധ്യാനം നമുക്ക് കൂടാൻ പറ്റും വീടുകളിൽ. ഒന്ന് ഗുഡ്നസ് ടി വിയിലും ഒന്ന് ഷാലോം ടി വിയിലും. പിന്നെ 4 ധ്യാനമുണ്ട്. ആ 4 ധ്യാനം ഇവിടെ നമ്മൾ കൂടും, യൂട്യൂബിൽ കൂടും. യൂട്യൂബിലും ഫേസ്ബുക്കിലും കൂടണം. യൂട്യൂബിലല്ലെങ്കിൽ ഫേസ്ബുക്ക്. ചിലർക്ക് ഫേസ്ബുക്ക് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അങ്ങനെ പറയണം. അപ്പോൾ ഫേസ്ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ ഫേസ്ബുക്കും യൂട്യൂബും സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ മാർഗ്ഗങ്ങളെല്ലാം പത്രത്തിലുണ്ട്. പത്രം നമ്മളുടെ കവാടത്തെങ്കിൽ പത്രം ലഭിക്കും. പത്രം ലഭിച്ചാൽ തീർച്ചയായിട്ടും പത്രം പ്രാർത്ഥനാപൂർവമാണ് എൻ്റെ മക്കൾ. മാതാവിന് വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു നേർച്ച ജോലിയാണത്, പ്രേക്ഷിത പ്രവർത്തനമാണ്. അമ്മ മാതാവ് ഇവിടെ മധ്യസ്ഥം വഹിച്ച് ചെയ്തിട്ടുള്ള ദൈവീക സംഭവങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കണ എന്തിനാണ്? വേദനിച്ച് നിൽക്കുന്ന, തകർന്ന് നിൽക്കുന്ന ജനങ്ങൾ അവരൊറ്റക്കല്ല, അമ്മയുടെ ആശ്രയത്തിൽ ദൈവം അവിടെ കൂടെ ഉണ്ടെന്ന് പറയുന്ന സന്ദേശമാണ് പത്രം. അതുപോലെ തന്നെ പ്രാർത്ഥിച്ച് കൊടുക്കേണ്ടതാണ്. ബാക്കിയുള്ളത് ബ്രദർ അറിയിച്ചിരിക്കും. നിങ്ങളെ ഇപ്പോൾ നേർച്ച വസ്തു ആശീർവദിക്കുന്ന സമയമാണ്. മാല, സ്വർണം അതുപോലെയുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. 2 ഗേറ്റുകൾ അവിടെ തുറന്നിട്ടുണ്ട് തെക്കുവശത്ത്, അതിലെ ഉപയോഗിക്കാവുന്നതാണ്. പത്രം നമ്മുടെ വ്യത്യസ്തങ്ങളായ എല്ലാ ഭാഷയിലുമുള്ള പത്രം നമ്മളുടെ കവാടത്തിൽ ലഭിക്കാം. നേർച്ച വസ്തു ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചെല്ലട്ടെ. Lord Jesus Christ, pour out His Spirit, a fair finger, soaked with the precious blood, a cast disease and root cast from you. By God the Father Almighty, who made heaven and earth as they contain, let me bless Him, bringing health in body and mind, peace and harmony in the family, and with the authority of the Catholic Church, the power of Jesus Christ, with the miracles of the Holy Priesthood, I bless the hallow the lyrics. Those using may have grace and peace and power. പാപങ്ങളുടെ മോചനത്തിന് ശരീരത്തിന്റെ ഉയർപ്പിൽ നിത്യമായ ജീവിതത്തിൽ വിശ്വസിക്കുന്ന ആമേൻ. എല്ലാവരും ശക്തമായി സ്തുതിക്കട്ടെ. നമ്മളെ സുഖപ്പെടുത്തിയ പറഞ്ഞുകൊണ്ട് സ്തുതിക്കട്ടെ. എന്നെ വ്യക്തിപരമായി തൊട്ടനുഗ്രഹിച്ച കർത്താവിനെ ശക്തമായി സ്തുതിക്കട്ടെ. Praise the Lord. എല്ലാ ദിവസവും ശ്രദ്ധിക്കുക, എല്ലാ ദിവസവും എല്ലാ തിങ്കളും ചൊവ്വയും മാത്രമാണ് ഉടമ്പടി ഉപവാസ ആരാധന ധ്യാനം. ബാക്കി എല്ലാ ദിവസവും ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ ഉൾപ്പെടെ എല്ലാ ദിവസവും ഉടമ്പടിയുണ്ട്. നോക്കിയേ, ചില അസ്വസ്ഥകൾ ചില ആൾക്കാരുണ്ടാക്കിയപ്പോൾ അമ്മ സാക്ഷ്യം ഇരട്ടിയാക്കി, ജനങ്ങൾ ഇരട്ടിയായി. അതാണ് അമ്മ അനുഗ്രഹത്തിൻ്റെ ഒരു പ്രകൃതി. അതുകൊണ്ട് ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് വന്ന് ഉടമ്പടി, പുതുതായിട്ട് ഉടമ്പടി ചെയ്യാത്തവർക്ക് ഉടമ്പടി ചെയ്യാൻ അവസരമുണ്ട്. അതുപോലെ ഉടമ്പടി പുതുക്കാനും. വീണ്ടും സ്തുതിക്കട്ടെ, ആശീർവാദം സ്വീകരിക്കും. ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയട്ടെ. പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥത്താൽ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും യേശുവേ, യേശുവേ, എന്റെ യേശുവേ, ഞങ്ങളുടെ രോഗങ്ങളെല്ലാം എടുത്തു മാറ്റുന്നത്, എന്റെ ആവശ്യങ്ങളെല്ലാം എടുത്തു മാറ്റുന്നതിനോർത്ത്, എന്റെ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത്, ഈ പുണ്യഭൂമിയിൽ കാലുകുത്തിയ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നിവിടെ പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കാൻ വന്ന എല്ലാവരെയും സമർപ്പിച്ച് നന്ദി പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരണ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരുന്നു.